പക്ഷേ ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു വിസിറ്റ് ഹെം. പക്ഷേ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ക്യാപ്റ്റൻ സാമുവൽ അവിടെ ഇല്ല. ഓൺലി ഹിസ് വൈഫ്. അന്ന് വൈകുന്നേരം ഞാൻ അവളുടെ ചർച്ചിൽ, ക്യാപ്റ്റൻ സാമുവലിൻ്റെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അത് അവിടെയുള്ള അവരുടെ ലോക്കൽ പാസ്റ്റർ തന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ 1 മണിക്കൂർ ആ ഭവനത്തിലിരുന്നു. ഇന്നും ഞാൻ മറക്കത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചാർജ്ഡായിട്ടാണ് ആ വീട്ടിൽ നിന്ന് മടങ്ങി വന്നത്. ആ സ്ത്രീയുടെ സംസാരം, അവരെനിക്ക് എത്ര ഉത്തേജനം തന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അവർ വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. അവർ ഗലാത്യ ലേഖനത്തെക്കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല. അതൊന്നുമില്ല. അവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ ഇന്നും ആ സ്ത്രീ എന്നോട്, ആ അമ്മച്ചി എന്നോട് സംസാരിച്ച സംസാരം, 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആ ഭവനത്തിൽ നിന്ന് ഒരു ചായ കുടിച്ചതേ ഉള്ളൂ, കഴിച്ചതുമില്ല. സംസാരിച്ചതായ കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ചാർജ് തന്നു. എന്നെ അങ്ങ് ശരിക്കും അങ്ങ് ഉത്തേജിപ്പിച്ചു. അപ്പം ഞാൻ അന്ന് ആലോചിച്ചു, ശരി, ഇതൊക്കെ വാസ്തവത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ആളുകൾ അരമണിക്കൂർ നമ്മളോട് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പ്രസന്നവതരായി തിരിച്ചു പോകാനായിട്ട് അവർക്ക് കഴിയുമെങ്കിൽ അതാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തൊരാൾ വന്ന് അതൊക്കെയാണ് വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെങ്കിൽ അതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റി. നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി അതാണ്. നിങ്ങളോടൊരാളൊന്ന് അരമണിക്കൂർ സംസാരിക്കട്ടെ, ദേഷ്യം അല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ അവർ മടങ്ങിപ്പോകരുത്. കൂടുതൽ നിരാശയുള്ളവരായി അവർ മടങ്ങിപ്പോകരുത്. പ്രത്യാശയോടുകൂടെ കർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിക്കുന്നവരായിട്ട്, കർത്താവിനെ കുറച്ചുകൂടെ അറിയുന്നവരായിട്ട്. ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കർത്താവിനോടുള്ള അവരെന്നോട് സംസാരിച്ചത് പല പല കാര്യങ്ങളായിരിക്കും. നോർമൽ കാര്യങ്ങൾ അവർ സംസാരിച്ചതൊക്കെ, മിനിസ്ട്രിയിലെ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അന്ന് വരെ ഞാൻ കർത്താവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അന്ന് വരെ ശുശ്രൂഷയെക്കുറിച്ച് കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ മഹത്വപൂർണമായി ശുശ്രൂഷയെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്നത്. പിന്നെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ആ സ്ത്രീയുമായി ചെലവഴിച്ച, സംസാരിച്ച ആകെയുള്ള 1 മണിക്കൂർ. അതിന് മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കി. ഇതേപോലെ നിങ്ങളുമായിട്ടൊരാൾ സംസാരിക്കുമ്പോൾ മനസ്സ് തകർന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ സമാശ്വസിപ്പിക്കാൻ നമുക്ക് വരണം. നമ്മുടെ അടുത്തൊരാൾ മനസ്സ് തകർന്നു വന്നാൽ തിരിച്ചു പോകുമ്പോൾ കൂടുതൽ തകർച്ചയായിട്ട് പോകരുത്. നമ്മുടെ അടുത്തൊരാൾ വരുമ്പോൾ അയാൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ അയാൾ മടങ്ങിപ്പോകരുത്. നമ്മുടെ അടുത്ത് ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഒരു പക്ഷേ ജീവിതത്തിൽ നിരാശയോടുകൂടെ വന്നിരിക്കുകയാണെങ്കിൽ അയാളെ കൂടുതൽ നിരാശയിലേക്ക് ചവിട്ടിത്താഴ്ത്തരുത്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവന് കൃപയുള്ളതായിരിക്കണം. നിങ്ങൾക്ക് കൃപയുള്ളതെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത്? കേൾക്കുന്നവർക്ക്. അങ്ങനെ നിങ്ങൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവ് സംഭവിക്കണം. എന്നോടൊരാൾ 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവനൊരു സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ലൈഫ് നിങ്ങളുണ്ടാക്കുക. നിങ്ങളുടെ സഭയിലുള്ളവരോട് നിങ്ങളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അതൊന്നും വേണ്ട. ഫോണിലൊരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം പോകും, അല്ലേ? ഫോണിലൊരു 10 വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചിലർ ഫോണിലൂടെ നമ്മളെ വിളിച്ചാൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ചാർജ്ഡാകും. അതാണ് അന്യോന്യ ബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ ആവശ്യം പോലെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അതായത് ചില ആളുകളുടെ പ്രശ്നം വളരെ നമ്മളെ ഒത്തിരി എൻകറേജ് ചെയ്തൊക്കെ സംസാരിക്കും, പക്ഷെ അതിനിടയ്ക്ക് വരുന്ന 2 വാക്ക് എല്ലാം നശിപ്പിച്ച് കളയും. അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതിനായി ആത്മീക വർധനയ്ക്കായി ഉതകുന്ന നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്തതൊന്നും. അത് നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ പഠിച്ചാലേ പറ്റുകയുള്ളൂ. എന്നിട്ട് 4-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ എഫേസ്യർ 4:30 പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ എല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദുഃഖിക്കുകയാണ്. നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ദുഃഖിപ്പിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? ദുഃഖിക്കുകയാണ്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ എന്നേക്കാൾ ഒരു ചെറിയവൻ, ഈ ചെറിയവന് ചെയ്തതെല്ലാം ഞാൻ എനിക്ക് ചെയ്തതായി കണക്കാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യാഞ്ഞതെല്ലാം എനിക്ക് ചെയ്യാത്തതായിട്ടും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരാളെ ദുഃഖിപ്പിച്ചാൽ ഞാൻ എൻ്റെ
ഇളയ സഹോദരനെ, എൻ്റെ ഒരു കുഞ്ഞു സഹോദരനെ, എൻ്റെ ഒരു സഹോദരിയെ ഞാൻ ദുഃഖിപ്പിച്ചാൽ 100% ഞാൻ പറയട്ടെ, നിങ്ങൾ ദുഃഖിപ്പിക്കുന്നത് ആ സഹോദരനെയോ സഹോദരിയോ മാത്രമല്ല. നിങ്ങൾ ആരെ ദുഃഖിപ്പിക്കുകയാണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആ കാര്യമെങ്കിലും അറിഞ്ഞുകൊണ്ട് വേണം പോകാൻ. ആ കാര്യമെങ്കിലും. നമ്മളെല്ലാം പറയും, അവളെന്തിനാ ഞാനെന്ന് പറഞ്ഞെന്ന് വെച്ചോണ്ട് അവളെന്തിനാ കളന്ന് എന്തോ കരയുന്നേ, എന്തോ കാര്യത്തിന്? അവൾ മാത്രമല്ല കരയുന്നത്. ഞാൻ പറയാം, പരിശുദ്ധാത്മാവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാക്ക് ഒരാളെ കുത്തി നോവിപ്പിക്കുന്നു എങ്കിൽ അത് കുത്തി നോവിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ആ സഹോദരനോ സഹോദരിയോ മാത്രമല്ല ദുഃഖിക്കുന്നത്. യു ആർ ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്. യു ആർ ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്. ഇതൊക്കെ നമ്മുടെ രൂപാന്തരീകരണത്തിന്, ഞാൻ പറയുന്നതിന് വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. അല്ല വലിയ തിയോളജി ഒന്നുമല്ല പറയുന്നത്. എൻ്റെ ബൈബിൾ ക്ലാസ്സുകളൊന്നും വലിയ തിയോളജിക്കൽ ബൈബിൾ ക്ലാസ്സുകളൊന്നും അല്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ ഞാനൊന്ന് എടുത്തു പറയുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് എത്ര ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പ്രായോഗികമായിട്ട് ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഒരു വാക്ക്, അതുകൊണ്ട് ഒരു സഹോദരന് ദുഃഖമുണ്ടാകുന്ന ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. അങ്ങനെ വന്നാൽ ആരും ദുഃഖിക്കും? പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഞാൻ ഒരാളെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. കാര്യം, പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദൻ എന്നാണ് പറയുന്നത്, അല്ലേ? ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് കംഫർട്ടർ, ആശ്വാസപ്രദൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഞാനും ആരായിരിക്കും? ആശ്വാസപ്രദനായിരിക്കും. ഞാൻ മറ്റുള്ളവർക്ക് ആശ്വാസമാകേണ്ടതിനാ ഹോളി സ്പിരിറ്റിനെ ദൈവം എൻ്റെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യാനാണ്, മറ്റുള്ളവരെ തലോടുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. അതിനാ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അന്യോന്യ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ്ടെടുത്തത് പുത്രനാണ്. രക്തം കൊടുത്ത് പുത്രൻ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അവൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ വീണ്ടെടുത്ത് യേശു കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളെ കൈപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ്, എന്ത്? അങ്ങ് കൊണ്ടുവന്നേക്കണേ. അപ്പം നമ്മളെ കൊണ്ട് നടക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അവൻ നമ്മളെ നടത്തുന്ന വഴി കൂടെ നടന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? ദുഃഖിക്കുകയാണ്. കാര്യം, ദൈവ തൃത്വത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഗോഡ് ഹെഡ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി അവൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതിന്. അതിനുള്ള വഴി അവൻ ആശ്വാസപ്രദൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിൽ ഗൈഡ് യു, ഇല്ലേ? അവൻ വഴി നടത്തുന്നവനാണ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമ്പോൾ നമ്മൾ പുറകെ പോയില്ലെങ്കിലോ അവനെ ദുഃഖിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ട്, കളിയാക്കി അന്യഭാഷ പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതെന്ന്. അത് ദുഃഖിക്കും, അത് വേറെ കാര്യം. പക്ഷേ അത് മാത്രമല്ല പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. എന്ത്? അവൻ ദൈവം എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയോ ആ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളെ വഴി നടത്താനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയെ ഞാൻ നടക്കുന്നില്ല, ഞാൻ റിബല്യസ് ആയി കഴിഞ്ഞാൽ ആര് ദുഃഖിക്കുന്നു? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അവൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഇതിലേ വരാൻ പറയുമ്പോഴത്തേക്ക് അതിലേ പോകുന്ന ഒരനുഭവം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഹോളി സ്പിരിറ്റ് നമ്മളെ നയിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ റിബല്യസ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് റിബല്യസ് ആകുന്നത്? നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ആത്മാവിൻ്റെ ഇഷ്ടത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. കാരണം അവനാലാണ് നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കാര്യം, ഇവിടുന്ന് അവിടം വരെ കൊണ്ടുപോകാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം ദൈവം പരിശുദ്ധാത്മാവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവ തൃത്വത്തിലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അവിടെ കൊണ്ടുചെല്ലാൻ വേണ്ടിയാണ്. വീണ്ടെടുക്കാനായിട്ട് പുത്രനെ അയച്ചു. വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ വീണ്ടെടുപ്പ് നാളിനായി അവിടെ എത്തുന്നത് വരെ നമ്മളെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ വഴിയെ പോകരുത്, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യരുത്. പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിധേയനായി ആത്മാവ് നടത്തുന്നത് പോലെ ആത്മാവിൻ്റെ ആ കറൻറ്റിൽ നമ്മളങ്ങ് ഒഴുകുകയാണ്. ഹോളി സ്പിരിറ്റ് ആയിരിക്കണം നിശ്ചയിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നുള്ളത്. ഇപ്പം എഹെസ്കേലിൽ നമ്മൾ ആത്മനദിയുടെ
വിശദീകരണം പറയുമ്പോഴത്തേക്ക് മുട്ടോളമല്ല, അരയോളമല്ല, ഒടുവിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എല്ലാ മെസ്സേജസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അവസാനത്തെ സ്റ്റേജിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത എന്ന് പറയുന്ന സ്റ്റേജിന് മുമ്പ്, അതായത് മുട്ടോളം ഉണ്ടായിരുന്നപ്പോഴും അരയോളം ഉണ്ടായിരുന്നപ്പോഴും നടിയാണിയോളം ഉണ്ടായിരുന്നപ്പോഴും മുട്ടോളം ഉണ്ടായിരുന്നപ്പോഴും അരയോളം ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ കാല് നിലത്തെനിക്ക് ഉറപ്പിക്കായിരുന്നു. എനിക്കെന്നെ നിയന്ത്രിക്കാമായിരുന്നു. പരിശുദ്ധാത്മാവെന്നെ പരിശുദ്ധാത്മാവിലാണ് ഞാൻ, എങ്കിലും നിയന്ത്രണം എൻ്റെ കാലിലായിരുന്നു. പക്ഷേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് എൻ്റെ കാല് പറഞ്ഞു പോയി. ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തോട്ടല്ല പോകുന്നത്. ഈ കറൻറ്റ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ടാണ്. ഞാൻ ഒഴുകുകയാണ്, അല്ലാതെ ഞാൻ നിൽക്കുകയല്ല. അതാണ് പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം എന്ന് പറയുന്നത്. ആത്മനിയന്ത്രിത ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് പകരം ആത്മാവ് കൊണ്ടുപോകുന്നിടത്തോട്ട് പോകുന്നതാണ്. അങ്ങനെ ഒരു ആത്മനിയന്ത്രിത അനുഭവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കറണ്ട് അനുസരിച്ച് പോകുന്നതിന് പകരം വീണ്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം അവനൊരു ലക്ഷ്യത്തോടെയാണ്, അല്ലാതെ അവൻ സ്വാർത്ഥമായ ലക്ഷ്യം വെച്ചല്ല. നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി അവിടെ എത്തിക്കുക എന്നുള്ള അതിനുവേണ്ടിയാണ് നമ്മളെ അവൻ മുദ്രയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളും ആയി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു കയ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിറ്റർനെസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഒക്കെ പിന്നിൽ പിശാചിൻ്റെ വലിയ ഒരു കൈയുണ്ട്. ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് അത്. അതിനകത്ത് ചിലർക്ക് ചില പാപങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഒരു പ്രായോഗികമായി പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ചിലർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. അതായത് ചിലർക്ക് പൈസയോട് യാതൊരു മോഹവും ഇല്ലായിരിക്കും, പക്ഷേ അധികാരത്തോട് ഭയങ്കര മോഹമായിരിക്കും. ചിലർക്ക് നേരെ തിരിച്ചാ, അവന് അധികാരവും വേണ്ട, ഒന്നും വേണ്ട, കൈ കാശ് കിട്ടിയാൽ മതി. അപ്പം ഇതിനകത്ത് ഏത് ആത്മാവാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതുപോലെ ചില പാപങ്ങൾ, അതുകൊണ്ടാണ് ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങൾ. ചില പാപങ്ങൾ നമ്മളെ അങ്ങ് മുറുകെ പറ്റുന്നുണ്ട്. അങ്ങനെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന്, ലെറ്റ് ഓൾ ബിറ്റർനെസ്. ആദ്യം പറഞ്ഞിരിക്കുകയാണ് കയ്പ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമുണ്ട്. ചില ആളുകളോട് നമുക്ക് കയ്പുണ്ട്, ചില ആളുകളോടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. ചില ആളുകളോട് അവരെന്തോ കാണിച്ചാലും നമുക്കിഷ്ടമല്ല, അവരെന്തോ പറഞ്ഞാലും നമുക്കിഷ്ടമല്ല. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് നമുക്കിഷ്ടമില്ലാത്തത്, അല്ലാതെ അവർ പറയുന്നതിനൊന്നുമല്ല. അതൊന്നും നമുക്ക് വിഷയമല്ല. വി ഡോണ്ട് ലൈക്ക് ദാറ്റ് പേഴ്സൺ. ചിലപ്പോൾ ആളുകളോട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. അങ്ങനൊരു കാര്യം ബിബ്ലിക്കലല്ല, അത് വേദപുസ്തക പ്രകാരമുള്ളൊരു കാര്യമല്ല. ബിക്കോസ് വി ആർ ഹിയർ ടു ലവ് എവറിബഡി. ചിലരെ സ്നേഹിക്കാനും ചിലരെ വെറുക്കാനുമായിട്ട് നമുക്ക് പാടില്ല. അങ്ങനെയില്ല. ചിലപ്പോൾ അയാൾ മോശക്കാരനായിരിക്കും, ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ വി നീഡ് ടു ലവ് ദാറ്റ് പേഴ്സൺ.